വെജിറ്റേറിയൻ ആഹാരമാണോ നോൺ വെജിറ്റേറിയൻ ആണോ കഴിക്കുന്നതെന്നുള്ള എപ്പോഴും ഒരു സംശയമുള്ള ഒരു കാര്യമാണ്. കാരണം കൂടുതലും നമ്മൾ വെജിറ്റേറിയൻ ബേസ്ഡ് ആയിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ഇപ്പം കൂടുതൽ ആൾക്കാർക്കും നോൺ വെജിറ്റേറിയൻ ഫുഡും ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെയും പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് പല തരത്തിലുള്ള വെജിറ്റേറിയൻസ് ഉണ്ട്. ഇപ്പോൾ വേഗൻ പറയുമ്പം അവർ എല്ലാ ടൈപ്പ് അനിമൽ ഫുഡും ഒഴിവാക്കും. അതുപോലെ തന്നെ ബീ വാക്സ്, ഹണി, ലെതർ ചെപ്പൽ പോലും യൂസ് ചെയ്യാതെ അങ്ങനെ പ്യുവർ വെജിറ്റേറിയൻസ് ആണ് വേഗൻസ് എന്ന് പറയുന്നത്. ലാക്ടോ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് മിൽക്കും കൂടി യൂസ് ചെയ്യുന്ന ടൈപ്പ് വെജിറ്റേറിയൻസ് ആണ്. ഓവോ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് എഗ്ഗ് യൂസ് ചെയ്യുന്ന വെജിറ്റേറിയൻസ് ആണ്. ഇനി ലാക്ടോ ഓവോ വെജിറ്റേറിയൻസ് ഉണ്ട്, അവർ മിൽക്ക് ആൻഡ് എഗ്ഗ് യൂസ് ചെയ്യുന്നവരാണ്. പെസ്കിറ്റേറിയൻസ് എന്ന് പറയുന്നവർ വെജിറ്റബിൾസിൻ്റെ കൂടെ ഫിഷ് മാത്രം കഴിക്കുന്നവരാണ്. ഇനി പോളോറ്റേറിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കൂടാതെ ഫ്രൂട്ടേറിയൻസ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സും നട്ട്സ് അങ്ങനെ മാത്രം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഫ്രൂട്ടേറിയൻസ് അല്ലെങ്കിൽ വേഗൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ച് ഡെഫിഷ്യൻസി അധികം വരാൻ ചാൻസ് ഉണ്ട്. കാര്യം പല ഫുഡുകളും അവർ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ജെയിൻസൊക്കെ ആണെങ്കിൽ അവർ റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് അതൊക്കെ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ ഗാർലിക് ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഗുണവും ദോഷവും ഉണ്ട്. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നടത്തിയ പഠനങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും ഈ വെജിറ്റേറിയൻസിന് ഒരു പരിധി വരെ കാൽഷ്യം അബ്സോർപ്ഷനെ അത് അഫക്റ്റ് ചെയ്യാറുണ്ട്. കാൽഷ്യം ഡെഫിഷ്യൻസി, ഇപ്പോൾ ബോൺ ഡെൻസിറ്റി ഒക്കെ അവർക്ക് കുറവായിരിക്കും. അതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്. കൂടുതൽ നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് വൈറ്റമിൻ ഡി കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ബി12 ഡെഫിഷ്യൻസി ഉണ്ട്. ബോണിനൊക്കെ സ്ട്രെങ്ത് കുറയുക, പെയിനൊക്കെ വന്ന് കുറച്ച് ലേറ്റ് സ്റ്റേജിലായിരിക്കും പലപ്പോഴും അത് അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്പോൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് തീർച്ചയായിട്ടും ഇത് ഈ 3 വൈറ്റമിൻ ബി12, വൈറ്റമിൻ ഡി ആൻഡ് കാൽഷ്യം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനൊരു പഠനം നടത്തുന്നത് എനിക്ക് കിട്ടുന്നുള്ളൊരു 95% വെജിറ്റേറിയൻസിനും ഈ ഡെഫിഷ്യൻസി നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫുഡിൽ അത്രയും മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്ലിമെൻ്റ് ആയിട്ടെങ്കിലും അത് എടുത്തിരിക്കണം. അപ്പം വൈറ്റമിൻ ഡി കിട്ടാൻ നമുക്ക് സൺഷൈൻ വൈറ്റമിൻ നമുക്കൊരു 30 മിനിറ്റ് വെയിൽ കൊള്ളുക, രാവിലെ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകിട്ട് 4-ന് ശേഷം വെയിൽ കൊള്ളുകയാണെങ്കിൽ അതിൽ നിന്ന് വൈറ്റമിൻ ഡി കുറച്ചൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൂണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. അപ്പോൾ വെജിറ്റേറിയൻസ് തീർച്ചയായിട്ടും കുറച്ച് ലാക്ടോ ഓവോ വെജിറ്റേറിയൻ ആണെങ്കിൽ നല്ലതായിരിക്കും. നമ്മൾ മിൽക്ക് ഒരു 2-3 ഗ്ലാസ്സെങ്കിലും മിൽക്ക് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ മിക്കവാറും ഉള്ള ന്യൂട്രിയൻസ് ഒക്കെ അതിൽ നിന്ന് നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ട്. നോൺ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇപ്പോൾ വെജിറ്റേറിയൻസിന് കാർഡിയക് ഡിസീസും കൊളസ്ട്രോൾ ലെവലൊക്കെ കുറവായിരിക്കാം. പക്ഷേ നോൺ വെജിറ്റേറിയൻസ് ഇപ്പോൾ എക്സസ് ആയിട്ട് നമ്മൾ റെഡ് മീറ്റ് ഒക്കെ കഴിക്കുവാണെങ്കിൽ നമുക്കത് കൊളസ്ട്രോൾ ലെവൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അതിന് പകരം നമ്മൾ ലീൻ മീറ്റ്, ഇപ്പം ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെയാണ് ഒരു 2-3 പീസ് അത്രയൊക്കെ ആവശ്യമുള്ളൂ ഒരു ദിവസം. അത്രയും കഴിക്കുമ്പോൾ നമുക്ക് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ ബയോ അവൈലബിലിറ്റി ഓഫ് പ്രോട്ടീൻ കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് എടുത്താലും എല്ലാ ആമിനോ ആസിഡ്സും അതിലുണ്ടാകും. അപ്പം വെജിറ്റേറിയൻസ് നോൺ വെജിറ്റേറിയൻ ഈ ചിക്കൻ ഓർ ഫിഷിന് പകരം തീർച്ചയായിട്ടും പൾസസ്, പയറുവർഗ്ഗങ്ങൾ ഏതെങ്കിലും ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറേയൊക്കെ ആമിനോ ആസിഡ് അതിൽ നിന്ന് കിട്ടും. വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇപ്പോൾ എല്ലാ ന്യൂട്രിയൻസും ഒരു ദിവസം വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും ഉണ്ടോ എന്നുള്ളത് തീർച്ചയായും നോക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ ആഹാരം നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചിലപ്പം പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നില്ലെങ്കിൽ അതിന് പകരം ഇലക്കറികളും അങ്ങനത്തെ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണ്ടുന്ന അതിന് പകരം ആ ന്യൂട്രിയൻ്റ് ഏതിലാണുള്ളതെന്ന് അറിഞ്ഞ് ഡെയിലി ഇതെല്ലാം ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യം.